ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡിഷ് ഉണക്കമീൻ കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വെക്കണമെന്ന് നോക്കിയാലോ. കറി വയ്ക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നെത്തോലിയാണ്. നെത്തോലിയെന്നോ ചൂടയെന്നോ എന്നൊക്കെ പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഏതാണെന്ന്. അപ്പോൾ ഇതിൻ്റെ കറിയാണ് വയ്ക്കുന്നത്. ഇത് ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കോരാനായിട്ട് വെക്കണം. കാരണം നല്ല ഡ്രൈ ആയിട്ടുള്ള മീനാണിത്, ഉണക്കമീനാണിത്. അപ്പോൾ ഒരു 5 മിനിറ്റ് അതൊന്ന് കോരാനായിട്ട് വെക്കണം. ഇന്ന് സ്പെഷ്യൽ രീതിയിൽ നമുക്ക് കറി വെച്ച് നോക്കാം. അതിനായിട്ട് വേണ്ടത് വേണം. കായുടെ പകുതി മതി കേട്ടോ. തക്കാളിയുടെയും പകുതി മതി. പിന്നെ മുരിങ്ങക്ക, ഒരു പച്ചമുളക്. ഇത് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി അരിഞ്ഞെടുക്കണം. പിന്നെ മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് കുറച്ച് തേങ്ങ, ചെറിയ ഉള്ളി, ചെറിയ അളവിൽ പുളി, പുളി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം കേട്ടോ. അത് ആ മീൻ തിളയ്ക്കുന്ന സമയത്ത് അപ്പോൾ ഇട്ടാലും മതി. ഞാൻ പക്ഷേ ഇങ്ങനെ അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ട് നല്ല പേസ്റ്റിൽ അരച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. ചട്ടി എടുക്കുക. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മുരിങ്ങക്ക, തക്കാളി, മുളക് ഇതെല്ലാം കൂടി ഇടുക. നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇതൊന്ന് തിളച്ച് വന്ന ശേഷം മാത്രം മീൻ ഇട്ട് കൊടുത്താൽ മതി. കാരണം ഞാൻ എടുത്തിരിക്കുന്ന നെത്തോലി തീരെ ചെറുതാണ്, ഒരുപാട് വലുതല്ല. അപ്പോൾ നമ്മൾ ഈ കായൊക്കെ വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നെത്തോലി ഒരുപാട് ഇളകിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊന്നൊന്ന് തിളച്ച് ഒന്ന് ആയ ശേഷം മാത്രം നെത്തോലി ഇട്ട് കൊടുത്താൽ മതി, മീൻ ഇട്ട് കൊടുത്താൽ മതി. മീനും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി കുറച്ച് സമയം അടച്ച് വയ്ക്കുക. ഒന്നാകുന്നത് വരെ മീൻ അടച്ച് വയ്ക്കുക. മീനും കൂടി ഇട്ട് നന്നായിട്ട് തിളക്കുമ്പോഴേക്കും നല്ലൊരു മണം കിട്ടും, നല്ലൊരു മണം വരും. എന്നിട്ട് ഇതിൽ കുറച്ച് കടുകും കൂടി തളിച്ചു കൊടുത്താൽ വലിയ ടേസ്റ്റാണ്. ഭയങ്കര എളുപ്പമാണ് വെക്കാൻ. നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു മീൻകറിയാണ്. അപ്പോൾ മീൻകറി റെഡിയായി. ഇനി നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റി മീൻകറി കഴിക്കാം. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയണം. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.